ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ദോശ കഴിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന നാനൂസ് കഫേയിലാണ് പോകുന്നത്. ആദ്യമേ തന്നെ ദോശ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പം എനിക്ക് ദോശയോട് പൊതുവേ അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വെറൈറ്റീസ് ഓഫ് ദോശാസ് ആണെന്ന് പറഞ്ഞപ്പം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആംബിയൻസ് വൈസ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് റഷസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയിട്ട് നമ്മുടെ ടേബിളൊക്കെ സെലക്ട് ചെയ്ത് ഇരുന്ന സമയത്താണ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ദോശ വരുന്ന സമയം കൊണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആംബിയൻസ് വൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മെനു കാർഡൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പം അതിൽ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഐറ്റംസ് വൈസ് നോക്കുമ്പം ദോശയുടെ പല വെറൈറ്റീസ് കേട്ടോ, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് ദോശാസ് ഇവിടെ അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ വൈസ് ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയതുകൊണ്ടിട്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സൈഡ് വോളിൽ കുറച്ച് ബ്രിട്ടൻസും, അതായത് അവരുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ആണെന്ന് തോന്നുന്നു അവർ എഴുതി വെച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ വായിക്കാനൊന്നും നിന്നില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുത്തു. ഇവിടെ ബെസ്റ്റ് കോഫി കിട്ടും എന്നുള്ള കാര്യം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കോഫി കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ദോശ വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നപ്പം വെറുതെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് ആ വീഡിയോ ഇത്രയ്ക്ക് അട്ടർ ഫ്ലോപ്പായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എന്തായാലും സാരമില്ല, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഷോ ഓഫ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ട് അത് കണ്ട് നിങ്ങളിപ്പോൾ ബോറടിച്ചിരിക്കില്ലേ. ഇനി നമുക്ക് നമ്മൾ ടേബിളിലോട്ട് പോകാം. ടേബിളിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുമില്ല, ജസ്റ്റ് വാട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ മെനു കാർഡും കൂടെ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി കേട്ടോ. വീണ്ടും നോക്കിയത് മറ്റൊന്നും കണ്ടിട്ടല്ല, ദോശയുടെ പല വെറൈറ്റീസ് അല്ലേ, അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മെനു കാർഡ് വീണ്ടും നോക്കിയത്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദോശ എത്തി കേട്ടോ. അപ്പോൾ ദോശയുടെ കിടിലൻ സ്പോട്ടാണെന്ന് പറയുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ തർക്കമില്ല കേട്ടോ. എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആംബിയൻസ് ആൻഡ് ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും. അങ്ങനെ ഫൈനലി നമ്മുടെ ദോശ വന്ന് ബട്ടർ ചിക്കൻ ദോശയും പൊടി ദോശയും പിന്നെ എൻ്റെ ഒരു വെജ് ഫിൽഡ് ആയിട്ടുള്ളൊരു ദോശയാണ്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഇത് അട്ടർ ഫ്ലോപ്പാണല്ലോ, കുളവാണല്ലോ, ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ സംഭവം കിടിലൻ ടേസ്റ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഓർഡർ ചെയ്ത ദോശയായിരുന്നു, എനിക്ക് കിട്ടിയ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദോശയുടെ ടേസ്റ്റ് വൈസ് എനിക്ക് തോന്നിയത് എക്സാക്ട്ലി നമ്മൾ പിസ്സയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല പേപ്പർ ലൈറ്റ് ആയിട്ടുള്ള ദോശാസായിരുന്നു. സംഭവം എന്താണെങ്കിലും കിടിലനാണ്. എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെറൈറ്റി ഫുഡ്സ്, അതായത് ദോശ പോലത്തെ ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് തൃശ്ശൂരിൽ നാനൂസ് കഫേ കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇവർക്ക് വേറെയും കുറച്ച് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് നെയിം ഞാൻ ഒന്നുകൂടെ പറയാം, നാനൂസ് കഫേ എന്നാണ്. എക്സാക്റ്റ് ലൊക്കേഷനൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. തൃശ്ശൂർ എന്നുള്ള സ്പോട്ട് മാത്രമേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ. അങ്ങനെ ഫൈനലി ദോശയും കഴിച്ച് നമ്മുടെ ബിൽ പേയ്മെൻറ്റും കഴിഞ്ഞ് നമ്മൾ നാനൂസിൽ നിന്ന് ഇറങ്ങി. ടാറ്റാ.